ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെമ്പരത്തിപ്പൂ രസം. അതിൻ്റെ ചേരുവകളൊന്ന് നമുക്ക് നോക്കിയാലോ. 2 വലിയ അടുക്ക് ചുവന്ന ചെമ്പരത്തിപ്പൂവ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി, ഒരു മുളക് എരിയുള്ള ഒരു പച്ചമുളക്, 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, പാകത്തിന് ഉപ്പും. എരിയുള്ള മുളക് 2ആയി മുറിച്ചതിന് ശേഷം നൈസായി അരിയുക. അതുപോലെ ചെമ്പരത്തിപ്പൂ നൈസായി അരിയുക. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തതും കൊത്തി ചെറുതായിട്ട് അരിയുക. വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മൾ കൊച്ചുള്ളി കടുക് വറുക്കാൻ അരിയുന്നത് പോലെ റൗണ്ട് ചെയ്ത് അരിയുക. അതാണ് നമ്മളെ രസത്തിന് കൂടുതൽ ആകർഷണം തോന്നണം, നമുക്ക് അത് കുടിക്കാനൊക്കെ തോന്നുന്നതും കൂട്ടാൻ തോന്നുന്നതും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നതും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അതുപോലെ അരിഞ്ഞ് എടുക്കുക. അടുപ്പിലേക്ക് ചട്ടി വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള പുളി എടുത്ത് വെച്ചിട്ടില്ലേ, അതിന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കണം. അതുപോലെ തന്നെ നമ്മൾ കായം കട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെറിയ പീസ് കായം നമ്മൾ കടുക് ഇടുമല്ലോ, അന്നേരം തന്നെ ആ പീസ് കായം അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ച് ചേരുവ ചേർക്കണം. 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇതിനോടൊപ്പം ചേർക്കുക. വെളുത്തുള്ളി, മുളക്, ഇഞ്ചി ഇവ ഒരുപാട് മൂക്കരുത്, പച്ചമണം മാത്രമേ മാറാവൂ. അതിനുശേഷം വഴറ്റുക. ഇനിയാണ് നമ്മളെ പ്രധാന ചേരുവയായ ചെമ്പരത്തിപ്പൂ. ഈ ചെമ്പരത്തിപ്പൂ ഇട്ട ഉടനെ തന്നെ പുളിവെള്ളം ഒഴിക്കുക. ഒരു കാരണവശാലും ചെമ്പരത്തിപ്പൂ ഇട്ട് വഴറ്റി അതിനെ കരിയിക്കരുത്, കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും ചെമ്പരത്തിപ്പൂ ഇട്ടുകൊണ്ട് പുളിവെള്ളം അപ്പോഴേ തയ്യാറാക്കി വെച്ചതിന് ശേഷം പുളിവെള്ളം അന്നേരം തന്നെ അങ്ങ് ഒഴിക്കുക. അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ കരിഞ്ഞു പോവും, ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതിനോടൊപ്പം പുളിവെള്ളം ചേർത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. നമ്മൾ ഈ രസം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇത് നമുക്ക് സെർവ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന കളറ് നമുക്ക് എടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ പ്രകൃതിദത്തമായ കളർ നമ്മൾ വേറെ ഒന്നും പ്രകൃതിദത്തമായിട്ടുള്ള കിട്ടുന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിളമ്പുക. അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു വീട്ടിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. താങ്ക് യു.
Please like, share and subscribe my channel. Please support me guys.